നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 246 246. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 14 14 ശ്ലോകം എന്ന് പറയേണ്ടത്. അധമേ ഗുരു കല്യാണ കാമം കഞ്ചവിലോചന ആർത്തോപസർപ്പണം ഭൂമൻ ന മോഘ അമോഘം ഹി മഹീയസി. അതിനാൽ മംഗളസ്വരൂപ താമരദള നേത്ര എൻ്റെ അഭിലാഷത്തെ സാധിപ്പിച്ചാലും മഹിമയേറിയവരിൽ ദുഃഖിതന്മാരുടെ യാചന ന മോഘം. അതാണ് അവിടെ ന മോഘം ന അമോഘം പറഞ്ഞോ വ്യർത്ഥമാകയില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. ഹേ മംഗളസ്വരൂപ താമരസാക്ഷ അതുകൊണ്ട് ഭവാൻ എൻ്റെ അഭിലാഷം സാധിപ്പിക്കണം. ദുഃഖിതന്മാർ മഹാന്മാരിൽ ചെയ്യുന്ന പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി വരികയില്ലെന്ന് ആപ്തവാക്യം. അതായത് ദുഃഖിതന്മാരുടെ പ്രാർത്ഥന മഹാന്മാർ നിരസിക്കില്ല എന്നർത്ഥം പറയണം. 15ാമത്തെ ശ്ലോകം. ഇതി താം വീരമാരീജാം കൃപണാം ദുഭാഷിണീം പ്രത്യാഹാനുനയൻ വാച പ്രവൃദ്ധ അനംഗകശ്മലാം. ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന കാമമോഹത്തോടു കൂടിയവളും ദുഃഖിതയും ഇപ്രകാരം അധികം സംസാരിക്കുന്നവളുമായ അവളെ വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുന്നതിന് ഒരുങ്ങിയ ധീരനായ കശ്യപൻ മറുപടി പറഞ്ഞു. അതായത് കശ്യപ മഹർഷി ദിതിയോട് മറുപടി പറഞ്ഞു എന്നാണ് പറയണത്. അതെൻ്റെ ഭാവാർത്ഥം പറയണു. മന്മഥതാപത്തെ പുറമേ പ്രകാശിപ്പിക്കുന്ന ബഹുവാക്കുകളെ പറഞ്ഞ ആ ദിതിയുടെ ദുഃഖത്തെ വാക്കുകൊണ്ട് ശമിപ്പിച്ച് കർമ്മം കൊണ്ടല്ല എന്ന് ശ്രദ്ധിക്കണം. സമാധാനിപ്പിക്കണമെന്ന് വിചാരിച്ച ജിതേന്ദ്രിയനായ കശ്യപമുനി ഇങ്ങനെ മറുപടി പറഞ്ഞു. ഏഷതേ അഹം വിധാസ്യാമി പ്രിയം ഭീരൂയദിച്ഛസി തസ്യാ കാമം ന കഃ കുര്യാൽ സിദ്ധിസ്ത്രേ വർഗീയതാം. ആ ശ്ലോകം അതിൻ്റെ വാക്കാർത്ഥം എന്താ? ഹേ ഭയശീലേ, ഏതൊന്നിനെ ഇച്ഛിക്കുന്നുവോ നിൻ്റെ ഇഷ്ടത്തെ ഞാൻ സാധിപ്പിക്കാം. ത്രിവർഗത്തെ സംബന്ധിച്ചിരിക്കുന്ന കാര്യസാധ്യം ആരിൽ നിന്നുണ്ടാകുന്നുവോ അവളുടെ ആഗ്രഹത്തെ ആരാണ് സാധിപ്പിക്കാതിരിക്കുക എന്നൊരു എന്താണ് പറയുക, ഒരു നയം സ്വീകരിച്ചു അദ്ദേഹം. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഇത് മുതൽ 13 പദ്യം കൊണ്ട് കശ്യപൻ ദിതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് സമാധാനിച്ചുവോ? ഇല്ല. അപ്പോൾ കശ്യപ പ്രജാപതിയുടെ 13 ശ്ലോകങ്ങൾ നമ്മൾക്ക് ഇൻ്റലിജൻസ് കൂട്ടാനായി എന്നല്ലാണ്ട് അവിടെ ഒരു പ്രോവർബ് വരും, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ 13 പദ്യം കൊണ്ട് കശ്യപൻ ദിതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹേ ഭയശീലേ, വൃഥാ ഭയപ്പെടേണ്ട, കാര്യമില്ല.
അപ്പോൾ ഈ ഞാൻ നിൻ്റെ അഭീഷ്ടം സാധിപ്പിക്കാൻ ഒരുക്കമാണ്. ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളും എക്സെപ്റ്റ് മോക്ഷം ഏതൊരു സ്ത്രീയുടെ ആനുകൂല്യം നിമിത്തം പുരുഷന് ലഭിക്കുന്നുവോ ആ പത്നിയുടെ അഭിലാഷത്തെ ആരാണ് സാധിപ്പിക്കാതിരിക്കുക? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരാൾക്കും എക്സെപ്റ്റ് ഹരി, ശ്രീഹരി, മോക്ഷം തരാൻ കഴിവില്ലാത്തവരാ. എക്സെപ്റ്റ് ആരായാലും ശരി, ബ്രഹ്മദേവനടക്കം. 17ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സർവാശ്രമാനുപാദായ സ്വാശ്രമേണ കളത്രവാൻ വ്യസനാർണവമത്യേതി ജലയാനൈര്യധാർണവം. ഭാര്യയുള്ളവൻ തൻ്റെ ആശ്രമത്തോടുകൂടെ സർവാശ്രമങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ജലത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളോടുകൂടെ സമുദ്രത്തെ എന്ന പോലെ ദുഃഖസമുദ്രത്തെ കടക്കുന്നു. അതായത് സമുദ്രം തരണം ചെയ്യാൻ കപ്പൽ വേണം. അതേമാതിരി വ്യസനമാകുന്ന അർണവം ദുഃഖസമുദ്രത്തെ കടക്കുന്നു. അതിൻ്റെ ഭാവാർത്ഥം: ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്ന പുരുഷൻ തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് മറ്റുള്ള ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്ക് അന്നാദി പദാർത്ഥങ്ങളെ നൽകിയിട്ട് അവരെയും സ്വീകരിച്ചു താനും ക്ഷുൽപ്പിപ്പാസാദി ദുഃഖസമുദ്രത്തെ കടന്നു പോകുന്നു. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന കപ്പൽ മുതലായ വാഹനങ്ങളെ നടത്തുന്ന ഒരുവൻ സമുദ്രം കടക്കുവാൻ ആഗ്രഹിക്കുന്ന അന്യജനങ്ങളെ ആ വാഹനങ്ങളിൽ വഹിച്ചും കൊണ്ട് താനും അവരോടൊപ്പം സമുദ്രം കടക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതായത് കപ്പിത്താനില്ലാണ്ട് കപ്പൽ പോവില്ല. അപ്പോൾ ആർക്കാണ് കപ്പൽ ഉപയോഗിച്ച് ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്തേണ്ടത്? അവരുടെ കൂടെ ആര് പോകണം? കപ്പിത്താനും പോകണം. അതേപോലെ ധർമാർത്ഥ കാമങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് മഹർഷിമാർക്കും സാധിപ്പിക്കാം. പക്ഷെ മോക്ഷം മഹർഷിമാർക്കും സാധിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത്, സമുദ്രം കടക്കുന്നത് പോലെ ഗൃഹസ്ഥൻ മറ്റുള്ള ആശ്രമികളെയും തന്നെയും സംസാര സമുദ്രത്തെ കടത്തുന്നവനാകുന്നു. ഇതിനവനെ സഹായിക്കുന്നത് അവൻ്റെ കളത്രമാകുന്നതിനാൽ ആ കളത്രത്തെ ആദരിക്കേണ്ടത് അവൻ്റെ ധർമ്മമാണെന്ന് സാരം. എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രം നിരീക്ഷിച്ചാൽ സംസാരസാഗരം ഒരു വ്യക്തിക്ക് കടക്കാം എന്നല്ലാതെ കണ്ട് ആ വ്യക്തിയെ കടക്കാൻ സഹായിക്കുന്നതാരാ? ആ വ്യക്തിയുടെ കളത്രം ഭാര്യ യഥാസമയവും നാളും പക്കും നോക്കാണ്ട് പുരുഷനെ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ പ്രേരിപ്പിച്ചാൽ അയാൾ പിന്നെ എവിടെ പോവും? നരകത്തിലല്ലാണ്ട് വേറെ എവിടെ പോവും? ഇതാണ് അതിൻ്റെ എന്താണെന്ന് പറയുക, ജ്ഞാനമായ വഴി. ഇനി 18ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യമാഹുരാത്മനോ ഹ്യർത്ഥം ശ്രേയസ്കാമസ്യ മാനിനി യസ്യാം സ്വധുരമദ്യസ്യ പുമാം ചരതി വിജ്വരാം. അല്ലയോ മാന്യേ, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവൻ്റെ ശരീരാർത്ഥമായിട്ട് വാമഭാഗം യാതൊരുത്തിയെ പറയുന്നു. യാതൊരുത്തിയിൽ തൻ്റെ ഭാരത്തെ നിക്ഷേപിച്ചിട്ട് പുരുഷൻ ചിന്താരഹിതനായിട്ട് ചിന്താരഹിതനായിട്ട് സഞ്ചരിക്കുന്നു. ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: സ്വർഗാദി പുണ്യലോകപ്രാപ്തി രൂപമായ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന പുരുഷൻ നടത്തേണ്ടതായിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ സാധിക്കണമെങ്കിൽ പത്നി കൂടിയേ കഴിയൂ. അതാണ് രാമായണത്തിൽ അശ്വമേധയാഗം ചെയ്യാൻ പുറപ്പെട്ട ശ്രീരാമചന്ദ്രസ്വാമിക്ക് സ്വർണം കൊണ്ട്
ഉണ്ടാക്കിയ സീതയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടാണ് പൂജ ചെയ്തത്. ഇത്രയും ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രുതിയിൽ പത്നിയെ പുരുഷൻ്റെ ശരീരാർത്ഥമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ പത്നിയെ മാനിക്കണമെന്നത് നിർബന്ധരൂപമായ ധർമ്മമാകുന്നു. അത്ര തന്നെയല്ല ദൃഷ്ട അദൃഷ്ടരൂപമായ കർമ്മഭാരത്തെ യാതൊരുത്തിയിൽ സമർപ്പിച്ചിട്ട് പുരുഷൻ നിശ്ചന്തനായിരിക്കുന്നുവോ ആ പത്നിയെ മാനിക്കാതിരിക്കുന്ന പുമാൻ കൃതജ്ഞനാകുന്നു. അതായത് കൃതജ്ഞത ഇല്ലാത്തവനാകുന്നു എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ. അർദ്ധോഹവായേഷ ആത്മനോയ പത്നി, പത്നിയാകുന്നു പുരുഷൻ്റെ അർദ്ധശരീരം എന്ന ശ്രുതിയെ ഈ പദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 19ാമത്തെ ശ്ലോകം. യമാശ്രിത്യേന്ദ്രിയാരാധേൻ ദുർജയാനിതരാശ്രമേ വയം ജയേ ജയേ മഹേളാഭിർദസ്യൂൻ ദുർഗപതിര്യഥാ. മറ്റുള്ള ആശ്രമങ്ങളാൽ ജയിപ്പാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ദുർഗാധിപൻ, ദുർഗത്തിൻ്റെ അധിപൻ, ചോരന്മാരെ എന്ന പോലെ ഞങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർ യാതൊരുത്തിയെ പത്നിയെ ആശ്രയിച്ചിട്ട് ലീലകൾ കൊണ്ട് ജയിക്കുന്നു എന്നാ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. ബ്രഹ്മചര്യാദികളായ ഇതര ആശ്രമങ്ങളിലിരിക്കുന്നവർക്ക് ജയിപ്പാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ഗൃഹസ്ഥാശ്രമികളായ ഞങ്ങൾ ദുർഗത്തിൽ വസിക്കുന്നവർ ചോരന്മാരെ എന്ന പോലെ യാതൊരു പത്നിയെ ആശ്രയിച്ചിട്ട് ജയിക്കുന്നു. ഇവിടെ ജയിക്കുന്നുവെന്ന ശബ്ദത്തിന് ഉപദ്രവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് അർത്ഥം. ജയിക്കുന്നു എന്നുള്ളതിന് ഉപദ്രവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്നർത്ഥം. ഗൃഹസ്ഥാശ്രമികൾക്ക് ഇന്ദ്രിയങ്ങളുടെ ബാധയിൽ നിന്ന് അകന്നിരിക്കുവാൻ സാധിക്കും. പ്രമോഷയോ, ദുർഗത്തിൽ വസിക്കുന്നവനെ ചോരന്മാർക്ക് ഉപദ്രവിപ്പാൻ സാധിക്കാത്തതുപോലെ എന്ന് ഉദാഹരണം. 20ാമത്തെ ശ്ലോകം. ഇതൊക്കെ കുറച്ച് ഡീറ്റെയിലായിട്ട് മനനം ചെയ്യണം. തിരിച്ചും മറിച്ചും വായിച്ചും മനനം ചെയ്യണം. ഈ ഗ്രന്ഥത്തിൻ്റെ അഭാവം നമ്മളെ വല്ലാണ്ട് ബാധിക്കും. 20. ന വയം പ്രഭവസ്താം ത്വാം മനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷാ വാകാർഷ്ണ്യേന യേ ചാന്യേ ഗുണകൃത്നവാം. ഗൃഹനായികെ, ആ നിന്നെ അനുകരിപ്പാനായി കൊണ്ട് ഞങ്ങളും ഗുണങ്ങളെ ആഗ്രഹിക്കുന്നവരായ അന്യന്മാരും പൂർണ്ണായുസ്സുകൊണ്ടും സമർത്ഥരല്ല എന്ന് പറഞ്ഞെന്താ? ഒരു സ്ത്രീനെ സന്തോഷിപ്പിക്കാൻ പുരുഷനെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ അർത്ഥം പറയും. അതിൻ്റെ ഭാവാർത്ഥം, ഹേ ഗൃഹേശ്വരി, അപ്രകാരം ഉപകരിക്കുന്ന ധർമ്മപത്നിയായ നീ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തുല്യങ്ങളായ ഉപകാരങ്ങൾ അങ്ങോട്ടും ചെയ്ത് കടം തീർക്കുവാൻ ഞങ്ങളാകട്ടെ പത്നീ ഗുണങ്ങളെ നന്നറിയുന്ന മറ്റു ജനങ്ങളാകട്ടെ ആയുഷ്കാലം മുഴുവനും പരിശ്രമിച്ചാലും എന്നല്ല അനേകം ജന്മങ്ങൾ കൊണ്ടുകൂടെയും ശക്തനായി ഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീനെ ഗൃഹസ്ഥാശ്രമിയായ ഭർത്താവ് ബഹുമാനിക്കണം എന്ന് പറയണത്. അവളെ തല്ലാനും തൊഴിക്കാനും പാടില്ല എന്ന് മനസ്സിലാക്കണം. ആരങ്ങനെ തല്ലാനും തൊഴിക്കാനും ക്ഷമിക്കണത്? ആ വാമഭാഗം എത്ര തുള്ളി കണ്ണുനീര്, എത്ര മൺതരികളെ നനയ്ക്കുന്നു, അത്രയും ജന്മങ്ങൾ പുരുഷന് നരകം വരുന്ന. ഇതാണ് നമ്മൾ 6, 8, 10, 12 വയസ്സിൽ പഠിക്കേണ്ടത്. ഇത് പഠിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്കും ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല. കാര്യം ഇത് പഠിക്കണില്ല ആൾക്കാർ.
അതുകൊണ്ട് ഇപ്പോൾ എന്താവണോ, ചില ക്ലബ്ബുകളുണ്ട്, ഭർത്താവിനെ മാറ്റുക, ഭാര്യനെ മാറ്റുക. മനസ്സിലായോ? അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള നരകയാതനങ്ങൾ എല്ലാവരും ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഇനി പറയണു, അഥവാ പ്രത്യുപകാരം ചെയ്യുവാൻ ശക്തന്മാരാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ പത്നി ഗുണം തികച്ചും അറിയാത്തവരാണെന്ന് സൂചിപ്പിക്കുവാനാണ് ഗുണകൃത്നവ, ഗുണഗ്രാഹികൾ എന്ന വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ കടപ്പാടുകൾക്ക് മൂല്യം ഇടാൻ പറ്റില്ല. നമസ്കരിക്കുക, അവരറിയാണ്ട്, സ്ത്രീ അറിയാതെ കൊണ്ട് സ്ത്രീനെ നമസ്കരിക്കണം എന്നാണ്. കാരണം എന്താ? മനസാക്ഷി കുത്തുണ്ടാവരുത്. പെണ്ണ് മനസ്സിലായോ? മനസ്സിലായാൽ മനസ്സിലായി എന്ന് പറയുക, അതേപോലെ ജീവിക്കുക കേട്ടോ. 21-ാമത്തെ ശ്ലോകം പറയുന്നു, അധാപി കാമമേദം തേ പ്രജാത്യേ കരവാണ്യലം യഥാ മാം ന അതിവോചന്തി മുഹൂർത്തം പരിപാലയാ. എങ്കിലും പ്രജയ്ക്കായിക്കൊണ്ടുള്ള, അതായത് കുട്ടികൾക്കായിക്കൊണ്ടുള്ള ഈ നിൻ്റെ ആഗ്രഹത്തെ പൂർണ്ണമായിട്ട് സാധിപ്പിക്കാം. ഏതുവിധമായാൽ എന്നെ സജ്ജനങ്ങൾ നിന്ദിക്കയില്ലയോ. ഇവിടെയാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് ആൻസർ കിടക്കുന്നത്. നിന്നിൽ ഞാൻ പ്രജയുണ്ടാക്കി തരാം, പക്ഷേ വെയിറ്റ്, സജ്ജനങ്ങൾ എന്നെ ദോഷിക്കാത്ത രീതിയിൽ ആഴ്ചയും പക്കവും തിഥിയും നോക്കി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതാണ് ദീദി സമ്മതിക്കാതെ കൊണ്ട് പിടിച്ചു വലിച്ചത്. അതുകൊണ്ടാണ് ഉണ്ടായത് ദൈത്യന്മാരായി, 2 ആൾ ദൈത്യന്മാർ, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഇതാണ് 13 ശ്ലോകങ്ങൾ വെറുതെ അല്ല കശ്യപ പ്രജാപതിക്ക് ഇദ്ദേഹം വിട്ടുകൊടുത്തത്. വ്യാസർ. ഏത് നിന്ദിക്കയില്ലയോ, സജ്ജനങ്ങൾ നിന്ദിക്കയില്ലയോ. അപ്പോൾ പതിവ്രതയുടെ കർത്തവ്യമാണ് ഭർത്താവിന് നരകം പ്രദാനം ചെയ്യേണ്ട അവസ്ഥ വരരുത് എന്നുള്ളത്. ഇതൊരു മ്യൂച്വലാണ്, ഗിവ് ആൻഡ് ടേക്കാണ്, റെസ്പെക്റ്റ്. ആ വിധം അല്പകാലം ക്ഷമിച്ചാലും അതിന് ആര് ക്ഷമിക്കണില്ല, അവന് നരകത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കശ്യപ പ്രജാപതിക്കല്ല, ഈ ഭാഗവതം എത്ര കാലം നിലനിൽക്കണോ അത്ര കാലം ഇത് വായിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ദിതി മോശക്കാരിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ, അങ്ങനെയാണെങ്കിലും പ്രജാർത്ഥമായിട്ടുള്ള എൻ്റെ ഈ ആഗ്രഹത്തെ പൂർണ്ണമായിട്ടും ഞാൻ സാധിപ്പിക്കാം. എന്നാൽ അല്പസമയം ക്ഷമിച്ചു കൊള്ളുക. ഈ സന്ധ്യാസമയം കഴിഞ്ഞുകൊള്ളട്ടെ. ഈ സമയത്തിൽ സന്ധ്യത്യുൽപാദനം നിന്ദ്യമാണെന്നുള്ള വിധിയെ പരിപാലിക്കാതിരുന്നാൽ സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കാതിരിക്കയില്ലല്ലോ. അപ്പോൾ ഏതൊരു സ്ത്രീയാണ് ഭർത്താവിനെ മറ്റുള്ളവർ നിന്ദിക്കണത് ഇഷ്ടപ്പെടുക? ആരും ഇഷ്ടപ്പെടില്ല. പക്ഷേ ദിതി ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. 22 ഏഷാ ഘോരതമാ വേല ഘോരാണാം ഘോരദർശനാം ചരന്തി യസ്യാം ഭൂതാനി ഭൂതേശാനുചരാണിഹ. ഇത് ഘോരന്മാരുടെ ഭയങ്കരമായ ദർശനത്തോടു കൂടിയ ഏറ്റവും ഘോരമായ സമയമാകുന്നു. യാതൊന്നിൽ ഭൂതേശൻ്റെ അനുചരന്മാരായ, അതായത് ശിവപെരുമാളിൻ്റെ അനുചരന്മാരായ ഭൂതങ്ങൾ സഞ്ചരിക്കുന്നു. സുപ്രസിദ്ധം. സന്ധ്യാനാമം ചൊല്ലേണ്ട സമയത്ത് ശിവഭൂതഗണങ്ങൾ, ശിവനും പാർവതി ദേവിയും ഗുഹനും പിന്നെ ദണ്ഡായുധ പിന്നെ ആറുമുഖൻ, പിന്നെ എന്താ പറയുക, സർവവിഘ്നഹരനും ഒക്കെ എവിടെയാണ് ഓം നമ ശിവായ ചെല്ലാത്തത് എന്ന് നോക്കി അവരെ ദണ്ഡിപ്പിക്കുന്ന ശാസ്ത്രം ആർക്ക് വേണം? അല്ലേ? എനിക്ക് വേണം,
ഞാനത് നോക്കുന്നുണ്ട്, എനിക്കതിൻ്റെ വിജയമുണ്ട്. അത്രയേ ഉള്ളൂ, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി അതിന് ഭാവാർത്ഥം പറയണു. സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കുമെന്ന് മാത്രമല്ല, വേറെയും അനർത്ഥങ്ങളുണ്ടെന്ന് ധരിപ്പാൻ സന്ധ്യാസമയത്തെക്കുറിച്ച് ഇത് മുതൽ 7 പദ്യം കൊണ്ട് വിവരിച്ച് കേൾപ്പിക്കുന്നു. പരമേശ്വരൻ്റെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഭൂതപ്രേത പിശാചുകളായ മഹാഭൂതങ്ങളുടെ സഞ്ചാരം ഈ സമയത്തിലാകയാൽ ഇതിനെ ഭയങ്കരമായ രൂപം ദർശിക്കുന്ന സമയമാണെന്ന് സൂക്ഷ്മദർശനമുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. 23-ാമത്തെ ശ്ലോകം. ഏതസ്യാം സ്വാധി സന്ധ്യായാം ഭഗവാൻ ഭൂതഭാവനാം പരീതോ ഭൂതപർഷദ്ഭിർ വൃഷേണാടതി ഭൂതരാട്. സാധുശീലെ ഭൂതങ്ങളെ പരിപാലിക്കുന്നവനും ഐശ്വര്യാദി ഗുണപൂർണനുമായ ശ്രീരുദ്രൻ ഭൂതങ്ങളുടെ സമാജങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് വൃഷഭവാഹനത്തിലിരുന്ന് ഈ സന്ധ്യാസമയത്തിൽ സഞ്ചരിക്കുന്നു ഭഗവാൻ ശ്രീ രുദ്രൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയുന്നത്. ഭൂതപ്രേത പിശാചുക്കൾ മാത്രമല്ല സഞ്ചരിക്കുന്നത്, അവരെ മന്ത്രാദികൾ കൊണ്ട് പക്ഷേ തടുക്കാം. ഭൂതപ്രേത പിശാചുക്കളെ സാക്ഷാൽ രുദ്രനെ ആര് തടുക്കും? ശ്രീരുദ്രൻ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ആ ദേവനെ മന്ത്രാദികൾ കൊണ്ട് ഒരു വിധത്തിലും തടുത്തുകൂടാ എന്ന് കാണിക്കുന്നു. ഈ നിർബന്ധം നിനക്ക് സമുചിതമല്ലെന്ന് ധരിക്കണം. നീ സുചരിതയല്ലയോ, നല്ല ചാരിത്ര ഭംഗിയുള്ളവളല്ലേ, ഗുണമുള്ളവളല്ലേ നീയെ. പതിവ്രതകളായവർ സദാചാരത്തെ അനുസരിക്കാതിരിക്കയില്ല. ഹേ സ്വാതി, ഈ സന്ധ്യാസമയത്തിൽ ഭൂതപ്രേതാദി സംഘങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീരുദ്രൻ, സകല ലോകങ്ങളെയും പരിപാലിക്കുന്ന പരമേശ്വരൻ, നന്ദികേശ്വരനാകുന്ന തൻ്റെ വാഹനത്തിലിരുന്ന് ലോകത്തിൽ സഞ്ചരിക്കയാകുന്നു. ആ ദേവനെ വണങ്ങാനുള്ള സമയമാണ് ഇതെന്ന് നീ ധരിക്കണം എന്നാണ് പറഞ്ഞത്. 24-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ശ്മശാന ചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോതജടാകലാപാം ഭസ്മാവഗുണ്ഠാമലരുഗ്മദേഹോ ദേവസ്ത്രീഭി പശ്യതി ദേവരസ്തേ. ഇതാണ് ശ്ലോകം. ശ്മശാനത്തിലുള്ള ചക്രാകാരമായ കാറ്റിൽ പറക്കുന്ന, അതായത് ചുഴി, കാറ്റിൽ പറക്കുന്ന ധൂളിയാൽ ധൂമ്രനിറമുള്ളതും അഴിഞ്ഞു ചിതറിക്കിടക്കുന്നതും പ്രകാശിക്കുന്നതുമായ ജടയാകുന്ന ശിരോഭൂഷണത്തോടു കൂടിയവനും, ഭസ്മത്താൽ വ്യാപിക്കപ്പെട്ടും സ്വർണദേഹത്തോടു കൂടിയവനും, നിർമ്മലമായും ഇരിക്കുന്ന സ്വർണദേഹത്തോടു കൂടിയവനും, നിൻ്റെ സഹോദരിയുടെ ഭർത്താവുമായ, നിൻ്റെ സഹോദരി ദിതിയുടെ സഹോദരിയുടെ ഭർത്താവുമായ ദേവൻ 3 കണ്ണുകൾ കൊണ്ട് നോക്കുന്നു എന്നാ. 1, 2 അല്ല, ജ്ഞാനക്കണ്ണെന്നാ അതിന് 3ാമത്തേത് പറയും, അല്ലെങ്കിൽ അഗ്നി എന്നും പറയും. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. എന്താ അത്? ശ്മശാനത്തിൽ നിന്ന് പുറപ്പെടുന്ന ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടികൾ പറ്റിയതുകൊണ്ട് ധൂമ്രനിറവും അതിശോഭയുള്ള ജടയാകുന്ന കിരീടം ധരിച്ച് ഭസ്മം ദേഹത്തിൽ എല്ലാ ഭാഗത്തും പൂശിയും സ്വർണം പോലെ തിളങ്ങുന്ന ദേഹത്തോടുകൂടിയും ഇരിക്കുന്നവനും, നിന്റെ സഹോദരിയായ സതീദേവിയുടെ ഭർത്താവുമായ ശ്രീരുദ്രൻ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരാകുന്ന 3 നേത്രങ്ങൾ കൊണ്ട് നോക്കുന്നുണ്ട് എന്നാണ്. ആ ദേവനെ മറയ്ക്കുന്നതിന് സാധ്യമല്ല. ബന്ധുജനങ്ങളുടെ മുമ്പാകെ നിന്ദ്യമായ കർമ്മം നടത്തുന്നത് യുക്തവുമല്ല. അതിനാൽ ഇപ്പോൾ ക്ഷമിക്കുക എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ക്ഷമിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിർത്താം.
കുറച്ചൊരു സമയപരിധി ഉണ്ട്, പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിത്തീരട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.